അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹ്ലൻ ബിക്കും. കൈഫൽ ഹാൽ സൈൻ? അൽഹംദുലില്ലാഹ് ശുക്രൻ അൽഹംദുലില്ലാഹ് ശുക്രൻ. നഹ്നു നതഅല്ലമു ഫി ഹാദൽ യൗമി അൽ-ലുഅത്തുൽ അറബിയ. അൽ-ലുഅത്തുൽ അറബിയ അൻതും ഫാഹിമൂൻ? മാഷ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമുക്ക് അറബി പഠിക്കാം. റെഡിയല്ലേ? ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഓക്കെയാണ്, റെഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഘോഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഗ്രീറ്റിംഗ് കാർഡുകൾക്ക് എന്താണ് നമ്മൾ അറബിയിൽ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പറയൂ. എന്താ പറഞ്ഞത്? ബിത്വാക്ക മുആയദ. ധാരാളം ആഘോഷങ്ങൾ നമ്മൾ എഴുതി അല്ലേ? ഒരുപാട് ആഘോഷങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ ആഘോഷങ്ങളുടെ നാടാണ് അല്ലേ? ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, വിഷു, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ. ഓക്കെ, ഈ ആഘോഷങ്ങൾക്കൊക്കെ നാം കൈമാറുന്ന സാധനമാണ് ബിത്വാക്ക അല്ലേ? ഗ്രീറ്റിംഗ് കാർഡുകൾ. ബിത്വാക്ക മുആയദ അല്ലേ? ബിത്താക്ക മുആയദ. ഓക്കെ, മാഷ് അതിൻ്റെയൊക്കെ അറബി പേരുകൾ വിട്ട് തന്നിരുന്നു. നിങ്ങളതൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതിയില്ലേ? മിടുക്കന്മാർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, ഭംഗിയുള്ള അടിപൊളി ഗ്രീറ്റിംഗ് കാർഡ് നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? റെഡിയല്ലേ? അതെ, നിങ്ങളൊക്കെ റെഡിയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, മാഷക്കറിയാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഗ്രീറ്റിംഗ് കാർഡുകൾ നിർമ്മിച്ച് മാഷക്ക് അതിൻ്റെ വീഡിയോ വിട്ടു തരണം. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പദ്യമുണ്ട്, ആഘോഷങ്ങളെക്കുറിച്ചുള്ളൊരു പദ്യം. ഒന്ന് നോക്കി നോക്കൂ, ആ പദ്യം ഒന്ന് നോക്കി നോക്കൂ. കണ്ടോ? നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് അല്ലേ പദ്യം? ഈ പദ്യം ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക് അല്ലേ? ഇത് വിവിധ ഈണത്തിൽ ചൊല്ലുന്ന ഒരു ഓഡിയോ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. റെഡിയല്ലേ? എല്ലാവരും ഒന്ന് കേട്ട് നോക്കൂ. ഈദുൽ അൽഹ ഈദുൽ ഫിത്രി മാ അഹ്ലാത്തിൽ കൽ ആയാതി നൽഹു നൽഅബു നൽബസു ഫീഹാ കുല്ല ജദീദി യാ ഔലാദി തഹലു ഫിൽ ഈദി ദിഹ്ലാതി നൽഅബു ഫീ സഹലിൻ ഔവാദി യംറഉ ഫിൽ ഈദിൽ അസ്ഹാബി ലാ തബ്ദീര വലാ ഇഫ്സാദി. ഈദുൽ അൽഹ ഈദുൽ ഫിത്രി മാ അഹ്ലാതിൽ കൽഅയാദ് നൽഹു നൽഅബു നൽബസു ഫീഹാ കുല്ല ജദീദിൻ യാ ഔലാദ് കുല്ല ജദീദിൻ യാ ഔലാദ് തഹ്ലു ഫിൽ ഈദിൽ റിഹ്ലാതി നൽഅബു ഫീ സഹലിൻ നൗവാദ് يمرح في العيد الصحاب لا تبذير ولا إفساد لا تبذير ولا إفساد. ഈദുൽ അൽഹ ഈദുൽ ഫിത്രി മാ അഹ്ലാത്തിൽ കൽആയാദ് നൽഹു നൽഅബു നൽബസു ഫീഹാ കുല്ല ജദീദിൻ നൽബസു ഫീഹാ കുല്ല ജദീദിൻ യാ ഔലാദി. ഈദുൽ അൽഹ ഈദുൽ ഫിത്രി മാ അഹ്ലാത്തിൽ കൽഅയാദി നൽഹു നൽഅബു നൽബസു ഫീഹാ കുല്ല ജദീദിൻ നൽബസു ഫീഹാ കുല്ല ജദീദിൻ യാ ഔലാദി. തഹ്ലു ഫിൽ ഈദിർ റിഹ്ലാതി നൽഅബു ഫീ സഹലിൻ ഔവാദി തഹ്ലു ഫിൽ ഈദിർ റിഹ്ലാതി നൽഅബു ഫീ സഹലിൻ ഔവാദി യംറഹു ഫിൽ ഈദിൽ അസ്ഹാബി ലാ തബ്ദീറ വലാ ഇഫ്സാദി. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ അല്ലേ?
നല്ല ഈണത്തിൽ ചൊല്ലുന്ന ഈ ഒരു ഗാനം ഓക്കെ നിങ്ങളും ചൊല്ലി നോക്കുക. ഈ വീഡിയോൻ്റെ കൂടെ നിങ്ങളും പല തവണ ചൊല്ലി നോക്കുക. ഓക്കെ, നമുക്ക് ചൊല്ലി രസിക്കാനുള്ള ഒരു കവിതയാണിത്. ഓക്കെ, ഈദുൻ സഈദ് അല്ലേ? നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചൊല്ലി നോക്കണം കൂട്ടുകാർ. ചൊല്ലി നോക്കില്ലേ? ഓക്കെ, ഈ കവിതയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സ്ക്രീനിൽ കാണുന്നുണ്ട്, നോക്കൂ. ഓരോ വരിയും അവസാനിക്കുന്ന വാക്കുകൾ അല്ലേ? എന്താണ് അതിനൊരു പ്രത്യേകത? ഒന്ന് പരിശോധിച്ച് നോക്കൂ. കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നോക്കൂ, ഞാൻ ഒരു വരി വായിക്കാം. ഈദുൽ അൽഹ ഈദുൽ ഫിത്തരി മാ അഹ്ല തിൽക്കൽ അഴിയാദ് അല്ലേ? തിൽക്കൽ അഴിയാദ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വരികൾ നോക്കൂ. ഇതേപോലെ അഴിയാദിൻ്റെ താഴെ ഔലാദ്, ഔവാദ്, ഇഫ്സാദ്. ഇതൊക്കെ ഒരേപോലെ വരുന്ന വാക്കുകളാണ് അല്ലേ? അഴിയാദ്, ഔലാദ്, ഔവാദ്, ഇഫ്സാദ്. ഇത് കവിതയിൽ ഇങ്ങനെ ഉണ്ടാവും. കവിത നമ്മൾ എഴുതുമ്പോൾ അതിൽ ഇങ്ങനെ ഒരേപോലെ വരുന്ന വാക്കുകളുണ്ടാവും. ഇത്തരം വാക്കുകൾക്ക് അറബിയിലൊരു പേരുണ്ട്. അറബിയിൽ ഇത്തരം വാക്കുകൾക്ക് ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? കൂട്ടുകാർക്കറിയോ? മാഷ് പറയാം. മുസജ്ജഅ എന്നാ പറയാം. എന്താ പറയുക? മുസജ്ജഅ, കലിമാത്തുൽ മുസജ്ജഅ. നോക്കൂ, സ്ക്രീനിൽ ഇപ്പോൾ നോക്കൂ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇങ്ങനെ മൃഗങ്ങൾ അല്ലേ? അവരിങ്ങനെ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആദ്യത്തെ 2 മൃഗങ്ങൾക്ക് ഒരേപോലത്തെ വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. മറ്റ് 2 മൃഗങ്ങൾക്ക് കൂടെ അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ പദ്യത്തിൽ അതുപോലത്തെ ഒരുപോലെ വരുന്ന വാക്കുകൾ നമ്മളിപ്പോൾ പറഞ്ഞു, കവിതയിൽ പറഞ്ഞു. ആ വാക്കുകൾ കൂടെ കൂട്ടുകാർ അവിടെ ഒന്ന് എഴുതി പൂരിപ്പിക്കണം. എന്നിട്ട് അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മാഷക്ക് വിട്ടുതരണം. ഓക്കെ അല്ലേ? എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്കുകൾ ആരും മറക്കണ്ട. നല്ല അടിപൊളി ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നു. പദ്യം ചൊല്ലി നമ്മൾ അതിൻ്റെ വോയിസ് വിടുന്നു. പിന്നെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, അവസാനം പറഞ്ഞു അല്ലേ? കലിമാത്തുൽ മുസജ്ജഅ, ഒരുപോലെ വരുന്ന വാക്കുകൾ അല്ലേ? കവിതയിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് ഒരുപോലെ വരുന്ന വാക്കുകൾ. ഇതെഴുതി നമ്മൾ പൂരിപ്പിച്ച് നോട്ടിലാക്കി എഴുതുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാഷ് പറയുന്ന ഇന്നത്തെ വർക്കുകൾ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.